അല്ലാഹു നീതിമാനാണ്. നീതി അല്ലാഹു നൽകുന്ന ലോകമാണ് മഹ്ശറ എന്ന് മഹാനായ റസൂലുള്ളാഹ്. ഒരു കിടങ്ങ് കീറി ആ കിടങ്ങിൽ വിറക് വെച്ച് കത്തിച്ച് ആ ആളിപ്പടരുന്ന തീയിലേക്ക് 1000-ഓളം ആളുകളെ തള്ളിവിട്ട് അതിൽ വെന്ത് ആർത്ത് നിലവിളിച്ച് കരയുന്ന ആ കരച്ചിൽ കേട്ട് ചിരിച്ചിരുന്ന ആളുകളെ ഖുർആൻ സൂറത്തുൽ ബുറൂജിൽ ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. അസ്ഹാബുൽ ഖുദൂദ് വെന്ത് മരണപ്പെട്ടപ്പോൾ അവർക്ക് നീതി കിട്ടി ഭൂമിയിൽ എന്ന് അല്ലാഹു പറഞ്ഞു? ഇല്ല, നീതി കിട്ടിയിട്ടില്ല. എന്നാൽ നീതി കിട്ടിയിരിക്കും. അല്ലാഹു ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു ഭൂമിയിൽ വെച്ച് തന്നെ നീതി നടപ്പാക്കണം എന്ന് നിർബന്ധമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് പോലും അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നു. അല്ലാഹുവിന്റെ നീതി നടപ്പാകുന്ന ഇടമാണ് മഹ്ശറ, നാളത്തെ പരലോകം. അല്ലാഹുവേ നിന്റെ ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ ഞങ്ങളെ ചേർത്തണേ തമ്പുരാനെ. ഇതൊരു ഓട്ടമാണ്, സ്വർഗത്തിലേക്കുള്ള ഓട്ടമായിരിക്കട്ടെ അത്. فإذا ذهب أصحابي أتى أمتي ما يوعدون. എന്റെ ഉമ്മത്തികൾക്ക് വിപത്തുകൾ വരുന്ന കാലഘട്ടം എന്റെ റസൂലിന്റെ അനുയായികൾ ഇവിടുന്ന് യാത്ര പറയുന്ന കാലമാണ്. അത് യാത്ര പറഞ്ഞു കഴിഞ്ഞു. സ്വഹാബിമാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന്റെ പരീക്ഷണങ്ങൾ വരും. ഹബീബിന്റെ ഉമ്മത്തികൾ നമുക്ക് സുരക്ഷയാണ്. ഒരു സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്ന ഇടം പോലും ഒരു വലിയോ ഒരു ആരിഫോ ഒരു ഷഹീദോ ഒരു ആലിമായ മനുഷ്യനോ അന്ത്യവിഷമം കൊള്ളുന്ന ഇടം പോലും ഉമ്മത്തിന് അമാൻ കിട്ടാൻ കാരണമാണ്, സുരക്ഷ ലഭിക്കാൻ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ മുഴുവനും നിരുപാധികം സത്യസന്ധരാണ്. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ. ഹദീസ് പണ്ഡിതന്മാർക്ക് ഒരു ചർച്ചയുണ്ട്, ജർഹ് തഅദീൽ എന്ന് പറയും. ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്ന റാവിമാർ അവരുടെ സത്യസന്ധതയും അവരുടെ ജീവിതവും പഠിച്ചതിന് ശേഷമാണ് അവരുടെ ഹദീസിനെ അവരിൽ നിന്ന് സ്വീകരിക്കുക. ആ ഹദീസിന്റെ ബലാബലം നിർണയിക്കപ്പെടുന്നത് ആ റിവായത്തിൽ വരുന്ന ചെയിൻ ഓഫ് നരേറ്റേഴ്സ്, റാവിമാരുടെ സിൽസിലയിൽ വരുന്ന ഓരോരുത്തരുടെയും ബലാബലമനുസരിച്ചാണ്. അങ്ങനെ വരികയാണെങ്കിൽ സ്വഹാബികളല്ലാത്തവരെ കുറിച്ച് മുഴുവൻ ജർഹ് തഅദീലിന്റെ ആലിമീങ്ങൾ, മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അടക്കമുള്ളവർ പഠനം നടത്തും, ഗവേഷണം നടത്തും. ഒരു സ്വഹാബിയിലേക്ക് എത്തിയാൽ ആ സ്വഹാബി നല്ല ആളായിരുന്നോ അല്ലയോ എന്ന ചർച്ചയില്ല. എന്തുകൊണ്ട്? അവര് മുഴുവനും നിരുപാധികം അല്ലാഹുവിന്റെ സാക്ഷിത്വമുണ്ട്. റബ്ബ് തആല സാക്ഷി പറഞ്ഞതാണ്. അവര് മുഴുവനും സത്യസന്ധരാണ്. അവരെ കുറിച്ച് ചർച്ച വേണ്ട. അവിടെ എത്തിയാൽ അവര് പറയുന്നത് സ്വീകരിക്കണം. അവര് സത്യസന്ധരാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. അല്ലാഹുവിന്റെ വിചാരണ നടക്കുന്ന നാളിൽ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകന്മാർക്കെതിരെ മൊഴി പറയുമ്പോൾ പ്രവാചകന്മാർക്ക് അനുകൂലമായി മൊഴി പറയാൻ വരുന്നത് ഹബീബിന്റെ സ്വഹാബിമാരായിരിക്കും. അവർ ശുഹദാ ആണ്, സാക്ഷികളാണ്. സാക്ഷികൾ സത്യസന്ധരായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സത്യസന്ധരാണെന്ന് പ്രഖ്യാപിച്ചവരാണവർ. അതുകൊണ്ട് സ്വഹാബിമാരിൽ താഴെക്കടയിലുള്ളവർ മേലെ, താഴെക്കടയിൽ അങ്ങനെ പറയും. സ്വഹാബികൾ വിഐപികളുണ്ട്, സ്വഹാബികളിൽ വിവിഐപികളുണ്ട്. എന്നാൽ എല്ലാവരും വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആണ്. എല്ലാവരും വിഐപികളാണ്. അവരിൽ വിവിഐപികളുണ്ട്. സ്വഹാബികളിൽ താഴെക്കടയിലുള്ളവർ എന്ന് പറഞ്ഞുകൂടാന്നാ. അങ്ങനെ ഒരു സംഭവം പറയാൻ പാടില്ലെന്നാണ്. കാരണം ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഗവർണറുടെ മുമ്പിലേക്ക് ചെന്ന് മഹാനായ ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് പറഞ്ഞു, ഐ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഭരണാധികാരിയെ സ്നേഹത്തോട് ഉപദേശിക്കാൻ.
ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുക. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശർറർ റിആഇ അൽ ഹതമ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ. ഫഇയ്യാക അൻ തകൂന മിൻഹും, നീ അവരിൽ പെട്ടുപോകരുത് മോനെ എന്ന് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്നവരോട് മഹാനായ സ്വഹാബി ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉബൈദ് എന്ന ഭരണാധികാരി പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങളൊന്ന് ഇരിക്കിൻ ആയിദേ, ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബികളിലെ ചണ്ടിയല്ലേ എന്ന് പറഞ്ഞു, നുഖാലയല്ലേ. അപ്പൊ മഹാനായ സ്വഹാബി ആയിദ് ബിൻ ഉമർ എന്നവർ ചോദിച്ചു, വഹൽ കാനത് ലഹും നുഖാല, സ്വഹാബികളിൽ ചണ്ടികൾ എന്ന് പറയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇന്നമാ കാനത്തിൻ നുഖാലതു ബഅദഹും വമിൻ ഗൈരിഹിം, സ്വഹാബികൾക്ക് ശേഷം വന്നവരിലല്ലേ അങ്ങനെ പറയപ്പെടാൻ പറ്റുന്നവർ തന്നെ ഉണ്ടാവുള്ളൂ, സ്വഹാബികളെ പറ്റി അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് മഹാനായ ആയിദ് ബിൻ ഉമർ എന്നവർ അന്നത്തെ ക്രൂരനായ ഭരണാധികാരി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറഞ്ഞത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബിമാർ മുഴുവനും നിരുപാധികം സത്യസന്ധരാണ്. ഒരു മഹല്ലിൽ ഒരു ഉസ്താദ് ജോലി ചെയ്ത് എല്ലാ ആഴ്ചയും വഅദ് പറഞ്ഞ്, ഇനി എല്ലാ 2 ദിവസം കൂടുമ്പോഴും ദർസ് നടത്തി, അല്ലെങ്കിൽ എല്ലാ ദിവസവും ദർസ് നടത്തി 23 കൊല്ലം ഒരു നാട്ടിൽ ജോലിയെടുത്താൽ ആ നാട് മുഴുവൻ നന്നാക്കാൻ പറ്റണമെന്നുണ്ടോ? പറ്റണമെന്നില്ല, ചിലപ്പോൾ നന്നാവാം അല്ലേ? പുണ്യനബി തങ്ങൾ 23 വർഷം കൊണ്ട് മാറ്റിയത് ഒരു മഹല്ലല്ല, ഒരു രാജ്യമല്ല, രാജ്യങ്ങളാണ്. അതാണ് നബി തങ്ങളുടെ പ്രത്യേകത. അവരൊരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനത് കഴിയോ? 23 വർഷം കൊണ്ട് ചേഞ്ച് അവിടുന്ന് മാറ്റിയെടുത്ത മാറ്റം അത് ഒരു സംവിധാനത്തിനും സാധിക്കൂല. ഹബീബായ നബി തങ്ങൾക്കത് കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായിരുന്നു ഹബീബിന്റെ അനുയായികളെന്ന് ഹസനുൽ ബസ്രി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഫബക, നമ്മുടെ പരിപാടിയുടെ ചെലവിലേക്ക്, നമ്മുടെ മദ്രസ ഫണ്ടിലേക്ക് ഒരു ചെറിയ സംഭാവന, ചെറുത് എന്ന് പറയുന്നത് ഇപ്പം അതല്ലേ കഴിയുന്നുണ്ടാവുള്ളൂ, നിങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് നല്ലൊരു സംഭാവന കൊടുത്തുകൊണ്ട് സഹായിക്കണം. നമ്മുടെ അബ്ദുൽ ഖാദർ ഹാജി ഹജ്ജൊക്കെ ചെയ്തുകൊണ്ട് ഖാദർ ഹാജി ആയിക്കോട്ടെ, അബ്ദുൽ ഖാദർ ഹാജി ഈ പരിപാടിക്ക് വേണ്ടി ഇതിനു വേണ്ടി തന്നെ നാട്ടിലേക്ക് വന്നത്. അൽഹംദുലില്ലാഹ് 50,000 രൂപ ഒരാൾ തന്ന് ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ സുഹൃത്ത് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹുയുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഹസനാജിക്കയുടെ എളാപ്പൻ ഇന്ന് മരിച്ചു, ഇന്നലെ മരണപ്പെട്ടു. ഒരു പേരെന്തേത്? രായൻകുട്ടി. അള്ളാഹു അദ്ദേഹത്തിന്റെ, രായൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ ഹസനാജിക്കയുടെ എളാപ്പ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ, ഇവിടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതിലുപരി ഞങ്ങളുടെ ഞാൻ പോയെന്ന് വിചാരിച്ചു, ബഹുമാനപ്പെട്ട ബല്ലാർ മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാലം അബുദാബിയിലായിരുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനും സുന്നി സെന്ററിനും അവിടുത്തെ KMCCക്കും ഒക്കെ നേതൃത്വം നൽകി ഇപ്പോൾ നാട്ടിൽ വിശ്രമത്തിലാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതോടൊപ്പം മഹാനായ എത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒരു നിഴല് പോലെ മുഹിബ്ബായും മുത്തബിആയും മുരീദായും ഒക്കെ ഉസ്താദിന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹാനുകൂടിയാണ്. എൻ്റെ വളരെ അടുത്ത് എനിക്ക് അത്രയും പ്രിയമുള്ള ബഹുമാന്യരായ ബല്ലാർ മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ. അള്ളാഹു കൺകുടുമയുള്ള മക്കളെ ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് അള്ളാഹു നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ സ്വഹാബിമാർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു ഹസനുൽ ബസ്രി തങ്ങളോട്. ഫബക, മഹാനവറുകൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ളഹറത് മിൻഹും അലാമാതുൽ ഖൈരി ഫിസ്സിമാഇ വസ്സംത്.
സ്വഭാവത്തിലും അടയാളത്തിലും നന്മയുടെ എല്ലാ ലക്ഷണങ്ങളും അവരോരോരുത്തരിലും കാണാമായിരുന്നു. വൽ ഹുദാ വസ്സുദ്ഖ്, അവരോരോരുത്തരും സത്യസന്ധരായിരുന്നു, സന്മാർഗത്തിന്റെ ആളുകളായിരുന്നു. വമംശാഹും ബിത്തവാദു, അവരുടെ നടത്തം വിനയമുള്ള നടത്തമാണ്. വമൻതിഖുഹും ബിൽ അമൽ, അവർ പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ്. വമത്അമുഹും വമശ്റബുഹും ബിത്വീബി മിനർ റിസ്ഖ്, ഹലാൽ അതും ഏറ്റവും കുറഞ്ഞത് മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ, അവർ കുടിച്ചിട്ടുള്ളൂ. വഖുദൂഉഹും ബിത്വാഅതി ലിറബ്ബിഹിം തആല, അല്ലാഹുവിനെ അത്രമേൽ അനുസരിച്ചവരാണ് സ്വഹാബിമാരെന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾക്ക് പറഞ്ഞു മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല, കരയുകയായിരുന്നു. അല്ലാഹുവിന്റെ വലിയും ആരിഫും സൂഫിവര്യനുമായ മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ വചനമുണ്ട്, മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ, സിദ്ദീഖ് എന്നവരെ സ്നേഹിക്കുന്നവർ അവർ ദീനിനെ നിലനിർത്തിയവരാണ്. വമൻ അഹബ്ബ ഉമറ ഫഖദ് ഔദഹ അസ്സബീൽ, ഉമർ എന്നവരെ സ്നേഹിക്കുന്നവർ നേർമാർഗ്ഗത്തിലാണ്. വമൻ അഹബ്ബ ഉസ്മാൻ ഫഖദ് ഇസ്തനാറ ബിനൂരില്ലാഹ്, ഉസ്മാൻ എന്നവരെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ പ്രകാശം കിട്ടിയവരാണ്. വമൻ അഹബ്ബ അലിയൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അലിയാര് തങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കയറാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. വമൻ ഖാല ബിൽ ഹുസ്നാ ഫീ അസ്ഹാബി റസൂലില്ലാഹ് ഫഖദ് ബരിഅ മിനൻ നിഫാഖ്, സ്വഹാബിമാരെ കുറിച്ച് ഒരു കുറ്റവും പറയാതെ അവരെ പറ്റി നന്മ മാത്രം പറയുന്ന ആളുകൾ കപടവിശ്വാസം ഇല്ലാത്തവരാണ് എന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ മഹാനായ അല്ലാമത്ത് സഹാബി, ഒരുപാട് പേർ സ്വഹാബത്തിന്റെ മഹത്വം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കിതാബുകളിൽ ധാരാളം കാണാൻ കഴിയും. സമയപരിധി കൊണ്ട് ഞാൻ നീങ്ങുകയാണ്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. സ്വഹാബിമാരുടെ വാക്കുകൾ, ചില വാക്കുകൾ വിശുദ്ധ ഖുർആൻ അതുപോലെ ഖുർആനായി ഉദ്ധരിച്ചിരിക്കുന്നു എന്നത് അത്ഭുതമാണ്. അതിൽ ഉദാഹരണം ഉമർ ബിൻ ഖത്താബ് തങ്ങള്, പിന്നെ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ പറയുമായിരുന്നു, പുണ്യ നബി തങ്ങളുടെ ഭാര്യമാരോട്, അവരിലൊരു ഭാര്യയാണ് ഉമർ എന്നവരുടെ മോള് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, ചെറുപ്പക്കാരിയായിരുന്നു. ഹഫ്സ ബീവിയോട് ഉമർ എന്നിവർ എപ്പോഴും പറയും, ഹഫ്സ, ആയിഷ ബീവി പറയുന്നത് കേട്ട് നീ പറയാൻ നിൽക്കരുത് കേട്ടോ. ആയിഷ ബീവിക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യ നബി തങ്ങളോടുണ്ട്, കാരണം അത് സിദ്ദീഖ് എന്നവരുടെ മോളാണ്, നീ എന്റെ മോളാണ്. അതുകൊണ്ട് ആയിഷ ബീവി പറയുന്ന പോലെ നീ അങ്ങ് എന്തെങ്കിലും തമാശയിലെങ്കിലും പുണ്യനബിയോട് വല്ലതും പറഞ്ഞു പോയാൽ ഹഫ്സ, നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും പോയി പോവും കേട്ടോ, ശ്രദ്ധിക്കണേ എന്ന് ഉമർ എന്നിവരിങ്ങനെ പറയുമായിരുന്നു. അതിനിടക്ക് നബിതങ്ങളുടെ ഭാര്യമാരും നബിതങ്ങളും തമ്മിൽ ചെലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. എന്ന് പറഞ്ഞാൽ റേഷനില്ല വീട്ടിൽ, കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഭാര്യമാര് പലരും പറഞ്ഞു, നമ്മൾ പട്ടിണി കിടന്നപ്പോ എങ്ങനെ ജീവിക്കാം? പട്ടിണി കിടക്കാൻ പറ്റുമോ? ഒരു കഞ്ഞി വെച്ചെങ്കിലും കുടിക്കണ്ടേ? എന്തെങ്കിലും ഒരു മെയിൻ ഭക്ഷണത്തിൽ ഒരു അരിയോ ഗോതമ്പോ വേണ്ടേ? ഇതൊന്നുമില്ലാതെ വെള്ളം കുടിച്ച് നമ്മൾ എത്ര കാലം ജീവിക്കും നബി തങ്ങളുടെ കൂടെ? അതുകൊണ്ട് നമുക്കൊരു തീരുമാനം വേണം, റേഷൻ വേണം, ഞങ്ങൾക്ക് പട്ടിണിയായാൽ പറ്റൂല എന്ന് ചില ഭാര്യമാർ സംസാരം തുടങ്ങി. അതിനെ ചൊല്ലി ഹബീബിന്റെ മുമ്പിലേക്ക് പരാതിയും വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പുണ്യ നബി തങ്ങൾ ഇപ്പൊ നാട്ടില് ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ഈ സദസ്സിൽ ചിലപ്പോൾ ചിലരുണ്ടാവും അങ്ങനെ വീട്ടിൽ നിന്ന് തീരെ ഭക്ഷണം കഴിക്കൂല എന്നാ ഭാര്യ പറയാ, അല്ലെ ഉമ്മ പറയാം, ഇവിടെ ഒന്നും തിന്നാറില്ല, ഭക്ഷണം വയറ് നിറച്ച് അങ്ങാടി തിന്നിട്ടാ വരുന്നത്, അത് പെരക്കാരറിയുന്നുണ്ടാവില്ല. അപ്പൊ ഇവിടെ ഷുഗറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം വളരെ കുറവ്, അവന്റെ തടി കണ്ടില്ലേ എന്നൊക്കെ പറയും, ഇവൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. പുണ്യ നബിതങ്ങളാണെങ്കിലോ അവിടെ നിന്ന് പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണിയാണ് ഭാര്യമാർക്ക്. തങ്ങൾ പുറത്തുപോയി കഴിച്ചു വരില്ല. തങ്ങൾക്കുണ്ടോ അവിടുത്തെ ഭാര്യമാർക്കുമുണ്ട്, തങ്ങൾക്കില്ലേ? ഇല്ല. അങ്ങനെ ഉമർ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഒരുപക്ഷെ നിങ്ങളെയൊക്കെ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ
പുണ്യനബിയുടെ കൂടെ പട്ടിണി കിടന്ന് കൂടെ നിൽക്കാൻ തയ്യാറുള്ള പെണ്ണുങ്ങൾ അള്ളാഹു ഹബീബിന് ഏർപ്പാടാക്കി കൊടുക്കും. അതുകൊണ്ട് പട്ടിണിയല്ലേ ഉള്ളൂ, വേറൊരു ദേഹോപദ്രവമോ വാക്കുകൊണ്ട് പോലും നിങ്ങൾ നോവിക്കുന്നില്ലല്ലോ. ഹബീബ് വയറ് നിറച്ച് തിന്ന് നിങ്ങളെ പട്ടിണി കിട്ടതുമല്ലല്ലോ. അതുപോലെ നബിയും പട്ടിണിയിലാണ്. അതല്ലേ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ക്ഷമിച്ചൂടെ? ഉമർ എന്നവർ വാക്ക് പറഞ്ഞു, അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറൻ മിൻകുൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ നബി തങ്ങൾക്ക് പകരം കൊടുത്തേക്കും. ഇവിടെ മറ്റൊരു വിഷയം പറയാനുണ്ട്. തങ്ങളുടെ ഈ വിഷയത്തിൽ സ്വഹാബിമാർ ഒരുപോലെ വേദനിച്ചു എന്നാണ്. നമുക്ക് വഴിയെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത്. എന്നാലും ഇപ്പൊ പറയാം. അതായത് പുണ്യനബി ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്നൊരു ശ്രുതി മദീനയിലാകെ പരന്നു. അങ്ങ് ത്വലാഖ് ചൊല്ലിയിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ആളുകൾ അത് പരത്തി. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലപ്പുറമൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കാം. ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാക്കി പറയാലോ ഇന്നത്തെ കാലത്ത്. അന്ന് അങ്ങനെ ഒരു ശ്രുതി വരും, റൂമർ വരുന്നു, തങ്ങൾ ത്വലാഖ് ചൊല്ലുക. അപ്പോഴേക്കും ഉമർ എന്നവർ കുപ്പായം എടുത്ത് ഓടി. പഠിച്ചോനെ, എന്റെ മോള് ഹഫ്സയും കൂട്ടത്തിലുണ്ടല്ലോ. ഉമർ തങ്ങൾ ഓടി വരുന്നൊരു രംഗമുണ്ട്, കുപ്പായം വലിച്ചിട്ട്. ഉമർ തങ്ങൾ അവാലിൽ മദീന, ഖുബാ പള്ളിന്റെ അവിടെ താമസം, അവിടെ നിന്ന് മദീന പള്ളിയിലേക്ക് ഓടി വരണം. അപ്പൊ അത്യാവശ്യം ഒരു 2-3 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. എന്റെ ഹഫ്സയുടെ ജീവിതം പോയല്ലോ പടച്ചോനെ, സ്വർഗത്തിലേക്ക് ഹബീബിന്റെ ഭാര്യയായി എന്റെ മോള് കടന്നു പോകണം എന്നാഗ്രഹിച്ച മോളാണിത്. എന്റെ ഹഫ്സ നഷ്ടപ്പെടുത്തിയോ പടച്ചോനെ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമർ എന്നവർ ഓടി വരികയാണ്. അതിൽ മറ്റൊരു പാടുണ്ട്. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഉപ്പമാർ അതോടെ തീർന്നു, ഇനി അവരെ പാടായി എന്ന് പറയരുത്. ഒന്ന് പോയി നോക്കണം, മരുമകനോടും മോളോടും ഒക്കെ ചോദിക്കണം ജീവിതം എങ്ങനെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടെ നിൽക്കണം, അതിലേക്ക് ഇടപെടണം. ഇത് അമ്മോഷന്മാർ ചെയ്യേണ്ട പണിയാണ്. നബി തങ്ങളുടെ അമ്മോഷനാണ് ഉമർ എന്നവർ, നബി തങ്ങളുടെ അമ്മോഷനാണ് സിദ്ദീഖ് എന്നവര്, നബി തങ്ങളുടെ മരുവനാണ് ഉസ്മാൻ എന്നവര്, മറ്റൊരു മരുമകനാണ് ആര്, അലി തങ്ങൾ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഉമർ തങ്ങൾ ഓടി വരികയാണ്. അപ്പൊ പള്ളിയിലൊക്കെ സ്വഹാബിമാര് കൂട്ടമായിരുന്ന് കരയുന്നുണ്ട്. പടച്ചോനെ, അതാണ് റുഹമാഉ ബൈനഹും. ഹബീബിനൊരു വേദനയുണ്ടെങ്കിൽ അത് സ്വഹാബത്തിന്റെ വേദനയാണ്. ഹബീബിന്റെ വിഷമം സ്വഹാബത്തിന്റെ വിഷമമാണ്. പള്ളിയിലേക്ക് ഉമർ എന്നവർ കയറി വരുമ്പോൾ ഒരു കൂട്ടം സ്വഹാബിമാർ പള്ളിയിലിരുന്ന് തല താഴ്ത്തി വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്, തേങ്ങി തേങ്ങി കരയുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന് കേട്ടു. തങ്ങൾ പുറത്തു വരുന്നില്ല, തങ്ങൾ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഹബീബിനോടൊന്ന് ചോദിക്കാൻ പോലും പറ്റുന്നില്ല, ആരും അകത്തു പോകാൻ ധൈര്യപ്പെടുന്നുമില്ല. ഹബീബിന്റെ സങ്കടം അവരുടെ സങ്കടമായിരുന്നു, ഹബീബിന്റെ വേദന അവരുടെ വേദനയാണ്. അവിടെ സ്വഹാബിമാർ എല്ലാവരും ഓടി വന്നിരുന്ന് കരയാണ്. അവരെ മക്കളൊന്നും അവിടെ ഉണ്ടായിട്ടല്ല, അത് ഹബീബിന്റെ വേദന സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങാൻ കഴിയില്ലല്ലോ. ഹബീബിന്റെ മനസ്സ് വേദനിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് കരയാണ്. ത്വലാഖ് അത്രയും ഭാരമുള്ള ഒരു കാര്യമാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഇന്ന് കുട്ടികൾ ഒന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി തന്നൊക്കെ ഞാൻ പോയിക്കോളാം, വേറെ ആൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഈ ഡയലോഗാണ് കുട്ടികൾ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം ആകുമ്പോഴേക്കും മതിയായി, ഇനി അടുത്ത ആളെ നോക്കട്ടെ എന്ന് പറയും. ഇത് അള്ളാഹുവിന്റെ അർശ് വിറക്കുമെന്നാണ്. അന്യായമായി അകാരണമായി ത്വലാഖ് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അർശ് വിറക്കും. അത്രയും റബ്ബിന്റെ പേര് പറഞ്ഞ് അൻകഹ്തുക വസവ്വജ്തുക എന്ന് റബ്ബിന്റെ പേര് പറഞ്ഞ് ചെയ്ത ഒരു ഇടപാടിനെ നിസ്സാര കാരണത്തിന് മുറിച്ചു മാറ്റുകയോ അള്ളാഹുവിനത് ഇഷ്ടമല്ലെന്ന ഏറ്റവും വെറുപ്പുള്ള, റബ്ബ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഹലാൽ ത്വലാഖാണെന്ന് നമ്മൾക്ക് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹബീബിന്റെ സ്വഹാബിമാരെ പേടിച്ച് ഹബീബിന്റെ വിഷമത്തിൽ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു, അങ്ങയുടെ വാതിൽക്ക് മുട്ടി. തങ്ങൾ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഉമർ എന്നവരും താഴെ ഇരുന്ന് കരയാൻ തുടങ്ങി. അദീർഘമായൊരു ചരിത്രമാണ്. എന്നിട്ട് ഉമർ എന്നവർ സംസാരിക്കാൻ സമ്മതം ചോദിച്ചു. എന്നിട്ട് ഉമർ എന്നവർ സംസാരിച്ചു. ആ സംസാരത്തിൽ ചിരി തമാശ കൂടെ കൂടിക്കലർത്തി ഉമർ എന്നവർ നബി തങ്ങളെ ചിരിപ്പിച്ചു റളിയല്ലാഹു അൻഹു. ആ വിഷയത്തെക്കുറിച്ച് ആയത്തിറങ്ങിയതാണ്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുൻ
عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. സൂറത്തു തഹരീം. ഉമർ തങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞ അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറൻ മിൻകും. അതാണ് അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. അത് ഏകദേശം ആ വാക്ക് മുഴുവനും ആയത്തിന്റെ ഭാഗമായി വന്നു എന്നതാണ്. ഈ ഒരു അത്ഭുതം ഇവിടെയുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, മദീനത്ത് നമ്മൾ വന്നതിന്റെ ശേഷം നമ്മുടെ പെണ്ണുങ്ങൾ, അവരൊക്കെ മക്കക്കാരാണല്ലോ, മദീനത്തെ പെണ്ണുങ്ങളെ കണ്ട് ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. മക്കയിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണുരുട്ടിയാൽ അവര് നമ്മളെ ഗൗനിക്കുകയും ആദരിക്കുകയും ചെയ്ത് അനുസരിക്കുമായിരുന്നു. പക്ഷെ മദീനത്തെ പെണ്ണുങ്ങൾ നബിയെ ഇങ്ങോട്ട് വർത്തമാനം പറയുന്നവരാണ് ഭർത്താക്കന്മാരോട്. അത് നമ്മുടെ പെണ്ണുങ്ങളും കണ്ട് പഠിച്ചു. എൻ്റെ ഭാര്യ എന്നോട് പറയാണ്, ഞാൻ ചോദിച്ചു എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ നീ ചോദിച്ചതിന് തട്ടുത്തരം പറയാണോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു, അതിനെന്തേ റസൂലുള്ളാന്റെ ഭാര്യമാർ നബി തങ്ങളോട് അങ്ങനെ തട്ടുത്തരം പറയുന്നില്ലേ എന്ന്. പൊന്നാര നബിയെ, പണ്ടത്തെ കാലാണെങ്കിൽ ഒരടി കൊടുത്താൽ നിൽക്കുമായിരുന്നു. ഈ പെണ്ണുങ്ങളെ കണ്ട് നമ്മളെ പെണ്ണുങ്ങളും നാശായി പോയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സങ്കടപ്പെട്ടിരുന്ന ഹബീബ് ചിരിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ഹഫ്സ, ഈ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് മോളെ. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. നാളെ സ്വർഗത്തിലെത്തണം. ഹബീബിന്റെ ഭാര്യയായി, രാജകുമാരിയായി, അള്ളാഹുവിന്റെ മലക്കുകളുടെ സ്വീകരണത്തിൽ നിന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഹഫ്സ. അതുകൊണ്ട് ഹബീബിന്റെ കൂടെ അടങ്ങി ഒതുങ്ങി ഒരു ആവശ്യവും ഹബീബിനോട് നീ പറയരുത്. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരും. എന്റെ ഹബീബിനെ കൊണ്ട് പറ്റാത്തത് നീ ചോദിക്കരുത് ഹഫ്സ. പട്ടിണിയാണെങ്കിൽ പട്ടിണി ഇല്ലേ, ഉള്ളത് കൊണ്ട് നീ മോള് ജീവിക്കണമെന്ന് സ്വന്തം മോളെ ഉപദേശിച്ച ഉപ്പയാണ്. ഹബീബിന്റെ കൂട്ടുകാരനും അമ്മോശനുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കൾക്കൊന്നും ഇതാരും ഇന്ന് ആഡംബരത്തിന്റെ ലക്ഷറിയുടെ ഒരു കാലമാണ്. എന്താ വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുക. അത് പെണ്ണിന്റെ വീട്ടുകാർ, പെണ്ണ് വളർന്ന വീട്ടിൽ ചോദിച്ചത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ സാമ്പത്തികമായി ഇച്ചിരി താഴെയാണെങ്കിൽ തീർന്നു കാര്യം. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ എൻ്റെ പുരയിൽ പോയി ഇതിലേറെ സുഖല്ലേ എന്നാ പറയാ. എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഇതിലേറെ വാങ്ങിച്ചേരാൻ ആളുകളുണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങും. സത്യത്തിൽ തൻ്റെ ഭർത്താവും കുടുംബവും ജീവിതവും വാങ്ങിക്കുന്ന സാധനങ്ങളെക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ മക്കൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവരുത്. നമ്മുടെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളും വിവാഹിതരാകാൻ പോകുന്നവർ നിർബന്ധമായും ക്ഷമയും സഹനവും മവദ്ദതൻ വറഹ്മ ഇത് രണ്ടും ശീലിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പരാജയപ്പെടും. ആ പരാജയം, അതിന്റെ സങ്കടവും അതിന്റെ ദുഃഖവും ഒരു ചാടിപ്പുറപ്പെട്ട് പെട്ടെന്നൊരു തീരുമാനമെടുത്ത്, ഒരു കുഞ്ഞായാലും ആയില്ലെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടൊരു വിവാഹമോചനം നടക്കുന്നത് ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടു നടക്കുന്ന ഒരു ദുഃഖം ഭാരമായി മാറാൻ ഇടയുണ്ട്. പക്ഷേ നിവൃത്തിയില്ലാത്ത വിഷയങ്ങളിൽ ശറഅ് അനുവദിച്ച വിഷയമാണത്. ഒരു നിലക്കും നടക്കൂല. അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരിഹരിക്കാൻ കഴിയുന്ന, അങ്ങോട്ടിങ്ങോട്ടൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന വിഷയങ്ങളിൽ പരിഹാരത്തിന്റെ മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. സ്വഹാബിമാരുടെ വാക്കുകൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായി വന്നതിൽ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്. ആരാണ് ആ സ്വഹാബി എന്നറിയോ? മദീനയിലേക്ക് തങ്ങൾ ഹിജറ ചെയ്ത് വന്നപ്പോ പുണ്യനബി തങ്ങൾ ആദ്യമായി താമസിച്ച വീട് ഈ സ്വഹാബിയുടെ വീടാണ്. ഈ സ്വഹാബിയുടെ മഖാമാണ് ഇപ്പോ തുർക്കിയിലെ ഇസ്തംബൂളിലുള്ളത്. അയ്യൂബ് സുൽത്താൻ എന്ന് അവരെ വിളിക്കുക. അവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ പേരും അതാ, അയ്യൂബ് സുൽത്താൻ മുനിസിപ്പാലിറ്റി എന്നാണ്. അത് അയ്യൂബ് PAYUB എന്നവർ വിളിക്കുക. അയ്യൂബ്, അബു അയ്യൂബുൽ അൻസ്വാരി എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ അയ്യൂബ് സുൽത്താൻ എന്നാണ് അവര് വാഹനത്തിലും പോലീസ് വണ്ടിയിലൊക്കെ എഴുതുന്ന വാക്ക് അങ്ങനെയാണ്, അയ്യൂബ് സുൽത്താൻ. അത് അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളെ ഒരു രാജകുമാരനായി, രാജാവായി, സുൽത്താനായി അന്നത്തെ ഇസ്തംബൂളിലെ ആളുകൾ സ്വീകരിച്ചു എന്നതാണ്. അവർ തുർക്കിയിലാണുള്ളത്. അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ
മഖാമിന്റെ മുകളിൽ ഒരു മലയാണ്. ആ മല നിറയെ ഖബർസ്ഥാനാണ്. ആ മലക്ക് മുകളിലേക്ക് പോകാൻ ഒരു കേബിൾ കാർ ഉണ്ട്. ചെറിയൊരു കേബിൾ കാറാണ്. അതിൽ കയറിയിരുന്നാൽ ഒരു 2-4 മിനിറ്റ് കൊണ്ട് മേലെത്തും. ചെറുതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി തആല അലൈഹി അൽ ഹലബി മഹാൻ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് തുർക്കിയിലേക്ക് പോയൊരു അനുഭവം ബഹാവുദ്ദീൻ ഉസ്താദ് ഇപ്പൊ അടുത്തുകൂടെ പറഞ്ഞു. ഞാൻ ഉസ്താദും കൂടെ ലണ്ടനിൽ പോയിരുന്നു, നോർവിച്ചിൽ. അവിടെ ലണ്ടൻ സിറ്റി തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പൊ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന് ഒരു മജ്‌ലിസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഉസ്താദ് ഈ ചരിത്രം പറഞ്ഞു. ഇവിടെ വന്ന് പൂക്കോയ തങ്ങളില്ലേ, തങ്ങൾ അല്ലയിലായിരുന്നു ഒരുപാട് കാലം. ഉസ്താദിന്റെ കൂടെ സന്തത സഹചാരിയാണ്, ഉസ്താദിന്റെ ഖലീഫയാണ്. മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദും ഉസ്താദിന്റെ ത്വരീഖത്തിന്റെ ഖലീഫയാണ്. ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഖിലാഫത്ത് ഏൽപ്പിച്ചത് ഒന്ന് ബഹാവുദ്ദീൻ ഉസ്താദിനെയാണ്. അല്ലാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒന്ന് മനസ്സിലാക്കാതെ കുതിര കയറുന്ന ആൾക്കാരുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ബഹാവുദ്ദീൻ ഉസ്താദ് പറയാം, ഞാനും പൂക്കോയ തങ്ങളും അത്തിപ്പറ്റ ഉസ്താദും തുർക്കിയിൽ ചെന്നിറങ്ങി ഒരു 10-12 കൊല്ലം മുമ്പ്. 12 ഏറെയോ എനിക്ക് ഓർമ്മയില്ല. അബ്ദുൽ ഖാദിർ ഈസ 20 കൊല്ലം മുമ്പ്, ഏകദേശം 20 വർഷമായിട്ടുണ്ട്. അവിടെ ചെന്നിറങ്ങിയപ്പോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളുടെ മഖാം എവിടെയാണ്, ഖബർ എവിടെയാണ്, ഒരു പിടുത്തമില്ല. അവര് പോയത് ബൈ റോഡായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. സിറിയ വഴി. അന്നൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. 10-20 കൊല്ലം മുമ്പാണ്. അങ്ങനെ അവർ തുർക്കിയിലേക്ക് എത്തി. ഒരു കുട്ടീനെ അവിടെ പരിചയമില്ല. അങ്ങനെ അവര് ഇസ്തംബൂളിലെത്തിയപ്പോ ബഹാവുദ്ദീൻ ഉസ്താദ് ഷെയ്ഖുനയോട് അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നമുക്കൊരു റൂം എടുക്കല്ലേ, ഒരു ഹോട്ടൽ എടുക്കല്ലേ, നമുക്കൊന്ന് കുളിച്ച് വൃത്തിയാവണ്ടേ, ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ, ഒന്ന് കുളിക്കണ്ടേ, കുറെ ദിവസമായില്ലേ നമ്മൾ യാത്രയിലല്ലേ. ഉസ്താദ് പറഞ്ഞു ഹോട്ടലൊന്നും എടുക്കണ്ട, നമ്മളിവിടെ ആരെങ്കിലും ഒരാളെ വിട്ടുപോയി താമസിക്കാമെന്ന് പറഞ്ഞു. ഉസ്താദ് പറയാ, ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ആരാ നമ്മളെ കൊണ്ടുപോവാ, ആരറിയില്ല. അറിയേണ്ടത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളെ. അവരെവിടെയാന്ന് അതും അഡ്രസ് ഇല്ല. തുർക്കി ഭാഷ അല്ലാതെ തുർക്കികൾക്ക് അറിയില്ല. അങ്ങനെ വിഷയമുണ്ട്. അവർ തുർക്കി ഭാഷയെ സംസാരിക്കുള്ളൂ, ഇംഗ്ലീഷും അറിയുന്നവർ വളരെ കുറവാണ്. ഉസ്താദ് പറഞ്ഞു റൂം എടുക്കണ്ട, എന്നാ പിന്നെ എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി ഇവിടെ നിന്ന് ഉദൊക്കെ ഉണ്ടാക്കി റാഹത്തെ നിസ്കരിച്ചൊക്കെ ഒന്ന് ഇരിക്കുകയാണ്. ഒരാൾ പുറത്തുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഉസ്താദ് പറയാം, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വലിയൊരു കറാമത്ത് പറയാം. എവിടെയാ പോവേണ്ടത്, ആരെ കൂട്ടിയിട്ടാണ് ഷെയ്ഖ് തങ്ങളെ അഡ്രസ്സ് ചോദിച്ചാൽ ആർക്ക് അറിയാൻ പറ്റും, ഒന്നും അറിയില്ലല്ലോ. അവർ സിറിയയിലായിരുന്നു അവസാന കാലം. അവിടെ ചെറിയ പ്രശ്നങ്ങളായപ്പോൾ തുർക്കിയിലേക്ക് വന്ന് അങ്ങനെ ഇസ്തംബൂളിലാണ് അവർ വഫാത്താകുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ അൽ ഹലബി തങ്ങൾ, അവരുടെ കിതാബാണ് ഹഖായിഖു തസവുഫ്. അതാണ് ബഹാവുദ്ദീൻ ഉസ്താദ് തർജുമ ചെയ്തത്. ആ കിതാബ് അവിടെ വെച്ചിട്ട് അതിന്റെ പ്രകാശനം ആ മഖാമിൽ വെച്ച് ചെയ്യണം എന്ന ഉദ്ദേശത്തിലായി പോയതൊക്കെ. അത്തിപ്പറ്റ ഉസ്താദ് പുറത്തുകൂടെ പോകുന്ന ഒരു പാവ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ബഹാവുദ്ദീൻ മൗലവിയെ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു. ഉസ്താദ് പറയാം, ഞാൻ അബ്ദുൽ ഖാദിർ ഈസ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ മഖാമ്, മഖ്ബറ, അങ്ങനെ തുർബീസി എന്നൊക്കെ പറയവര് മഖാമിന് ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ മൂപ്പര് കീശയിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കാർഡ്, ആ കാർഡ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ എന്നുള്ള പേരുണ്ട്. ഇവരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ഷെയ്ഖ് തങ്ങളുടെ ഒരു മുരീദാണ്. പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരീന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് 3 പേരെയും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി 4 ദിവസം ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹമാണ് മഹാനവറുകളുടെ ഖബർസ്ഥാനിലേക്ക്, മഖാമിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെ ഉസ്താദിന് അയാളോട് ചോദിക്കാൻ തോന്നി? എന്താണ് ഈ ആത്മീയമായ ബന്ധം? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോകും. ഉസ്താദ് പറയാ, നമ്മൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞു. അതാര് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ മനുഷ്യന്റെ കൂടെ. ആ മനുഷ്യനാണെങ്കിലോ ഈ ത്വരീഖത്തിന്റെ മുരീദുമാണ്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളുടെ മഖാമിന്റെ നേരെ മുകളിലാണ് ഞങ്ങൾ തുർക്കി പോകുമ്പോഴൊക്കെ അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അങ്ങനെ പോയിരുന്നു. അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളെ. നവറല്ലാഹു മർഖദഹും ജമീഅ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമ്മുടെ നാടിന് ലഭിച്ചിരുന്ന വലിയൊരു വെളിച്ചമായി. ഇവിടെ വളാഞ്ചേരിയിലല്ലേ, ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അന്ന് അറിയാൻ പറ്റിയിട്ട് അറിയാതെ പോയിരിക്കാം.
ആ മഹാനവറുകൾ വലിയ അള്ളാഹുവിൻ്റെ ആരിഫായ വലിയൊരു മഹാനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹാനാണ്. സ്നേഹം അത് മാത്രമാണ് ഉസ്താദിന്റെ മജ്ലിസ്. ആരോടും വെറുപ്പില്ല. എല്ലാ തരത്തിലുള്ള ആളുകളും ആ സദസ്സിൽ വരും. കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. സ്നേഹവും കരുണയും വാത്സല്യവും പ്രാർത്ഥനയും ഇത് മാത്രമായിരുന്നുവല്ലോ ഉസ്താദിന്റെ ജീവിതം. ദാനശീലവും അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന മഹാനായിരുന്നു. അല്ലാഹുവേ, അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. അപ്പൊ അവരായിരുന്നു അബു അയ്യൂബുൽ അൻസാരി തങ്ങൾ. അവരുടെ മഖാം അവിടെ പോയാൽ ഇന്നും കാണാൻ പറ്റും. വലിയ മഖാമാണ്. അവിടെ നബി തങ്ങളുടെ ഷഅർ മുബാറക്, നബി തങ്ങളുടെ ശിരസിലെ ഒരു ഷഅർ ആ മഖാമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുകൂടെ പോവാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ മഹദിയെ സംബന്ധിച്ച് അന്നത്തെ മുനാഫിക്കീങ്ങൾ, കപടവിശ്വാസികളായ ആളുകൾ പച്ച നുണ പറഞ്ഞു വരത്തിയപ്പോ അത് കേട്ട ഉടനെ എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുമായി അടുപ്പത്തിലാണെന്നും സ്നേഹത്തിലാണെന്നും അവർ തമ്മിൽ ഹറാമായ ബന്ധമുണ്ടെന്നും വരെ മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അന്നത്തെ മുനാഫിക്കുകൾ പറഞ്ഞു വരത്തി. അത് കേട്ടപ്പോ മഹാനായ അബു അയ്യൂബുൽ അൻസാരി തങ്ങൾ പറഞ്ഞ വാക്കാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സൂറത്തുൻ നൂർ ഇറങ്ങുന്നുള്ളൂ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്. നിന്റെ പരിശുദ്ധരായ റസൂലുള്ളാഹിക്ക് വ്യഭിചാരം ചെയ്യുന്നൊരു പെണ്ണിനെ നീ കൊടുക്കുകയില്ലല്ലോ. ഹാദാ ബുഹ്താനുൻ അദീം. ഈ പറയുന്നത് ഏറ്റവും വലിയ കെട്ടുകഥയാണ്, നുണയാണ്, കളവാണ്. ഇത് തന്നെ ആയത്തിറങ്ങി. ലൗലാ അൻ സമിഅ്തുമൂഹു ഖുൽതും. നിങ്ങളുടെ ചെവിയിലേക്ക് ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യാതെ, അത് വിശ്വസിക്കാതെ, അത് സത്യമാണെന്ന് പറയാതെ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സച്ചരിതരായ സത്യസന്ധരായ മനുഷ്യരെ കുറിച്ച് കപടവിശ്വാസികൾ പറഞ്ഞു വരത്തുന്ന നുണകൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുതായിരുന്നു. ഇത് നുണയാണെന്നല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. വിശുദ്ധ ഖുർആൻ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ വചനം അങ്ങനെ തന്നെ ആയത്തിറക്കി സൂറത്തുൻ നൂറിൽ. ഒരുപാട് സംഭവങ്ങൾ, സ്വഹാബിമാരുടെ വാക്കുകൾ അവര് പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, മദ്യപാനം ഒന്ന് നിർത്താൻ പറയണേ, മദ്യപാനം ഹറാമാക്കണം നബിയേ, നമുക്കത് വേണ്ട എന്ന് ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ തവണ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ അന്ന് മദ്യം നിരോധിക്കപ്പെടാതിരുന്ന കാലം, മദ്യം വിപത്ത. എന്നിപ്പോ എന്താ പറയൂ, ഡ്രിങ്ക്സ്, ആൾക്ക് ഡ്രിങ്ക്സ് മുഴു കുടിയനാണ്. അതത്ര ലാഘവത്തിലാണ് നമ്മൾ പറയാ. തിന്മകൾ മദ്യപാനമാണെങ്കിലും ലഹരിയാണെങ്കിലും നമ്മുടെ മക്കളിൽ പോലും ഉപയോഗിക്കുന്ന ലഹരിയാണെന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ വരും. അതിന് ചൂരും മണമൊന്നുമില്ലല്ലോ. ചിരിക്കുന്നോ ചിരിച്ചുകൊണ്ടേയിരിക്കും, കരയുന്നോ കരഞ്ഞുകൊണ്ടേയിരിക്കും, മിണ്ടാത്തോ മിണ്ടാണ്ടങ്ങനെ ഇരിക്കും. ഇതാണ് അതിന്റെ ലക്ഷണം. ഒരു മണം ഒന്നും ഉണ്ടാവില്ല. എത്ര ഗുരുതരമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ബുദ്ധിയെ ഇങ്ങനെ ഇല്ലാതെയാക്കുന്ന ഒരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. മദ്യപാനം ഒരു മനുഷ്യന്റെ ബുദ്ധിയെ മുഴുവനായി കൊണ്ടുപോകുന്ന സാധനമാണ്. മുഴുവനായിട്ട് മനുഷ്യൻ മൃഗാവല്ലേ, പിന്നെ പറയുന്നത് എന്താ, ചെയ്യുന്നത് എന്താ, തുണി എടുത്തിട്ടുണ്ടോ ഇല്ലേ അറിയില്ലല്ലോ. ഇത് നമുക്ക് വേണ്ട നബിയേ എന്ന് അള്ളാഹുവിനോടൊന്ന് പറയണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ തങ്ങളോട് വന്ന് പറയുമായിരുന്നു, അള്ളാഹുവിന്റെ ഹബീബിന് ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ നിയമം റബ്ബ് തആല വഹയിറക്കണം. അതുകൊണ്ട് നബി തങ്ങൾ കാത്തിരുന്നു. അവസാനം ആയത്തിറങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും മദ്യപാനവും ചൂതാട്ടവും ഗാംബ്ലിംഗ്
ലാസ് വേഗാസ് എന്ന് പറയുന്ന അമേരിക്കൻ നഗരം ചൂതാട്ടത്തിന് പേരുകേട്ട ഒരു നഗരം. ആ നഗരത്തിലെ മുഴുവൻ ക്ലബ്ബുകളും ചൂതാട്ടത്തിന്റെ ക്ലബ്ബുകളാണ്. ആലോചിച്ച് നോക്കി, ഒരു നാടിന്റെ അധപതനം നോക്കി. നമ്മൾ പറയാം അമേരിക്കയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. സംസ്കാരമില്ലാത്തിടത്ത് എന്തുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യൻ മൃഗമായി മാറുന്ന മനുഷ്യന്റെ സമ്പാദ്യങ്ങളെ കളഞ്ഞു കുളിക്കുന്ന അധ്വാനശീലവും ക്രിയേറ്റിവിറ്റിയും മനുഷ്യനിൽ നിന്ന് എടുത്തുകളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന വിപത്താണ് ഗാംബ്ലിംഗ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വല്ലസിലാം, ശകുനം നോക്കുന്ന പരിപാടിയും ബഹുദൈവ ആരാധനയും ബിംബാരാധനയും രജിസും മിൻ അമലി ശൈത്വാൻ, അത് പിശാചിന്റേതാണ്, അത് അല്ലാഹുവിന്റെ രീതിയല്ല. ഫജ്തനിബൂ, നിർത്തിയേക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കണോ മദ്യപാനം നിർത്തിയേ പറ്റൂ. ഖുർആൻ പറഞ്ഞു നിർത്തിയില്ല. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. ശത്രുതയല്ലയോ പിശാച് മദ്യപാനത്തിലൂടെ ഉണ്ടാക്കുന്നത്? ഭാര്യയും ഭർത്താവും പിണങ്ങി, ഭർത്താവും അയാളുടെ ജ്യേഷ്ഠനും അനുജനും പിണക്കം, വീട്ടുകാർ തമ്മിൽ തർക്കം, കശപിശയും ബുദ്ധിമുട്ടും ദേഹോപദ്രവങ്ങളും ഗാർഹിക പീഡനങ്ങളും ഇതല്ലയോ മദ്യം കൊണ്ടുണ്ടാകുന്നത്? വീട്ടിലേക്ക് അയച്ചു വരുന്നു, ഓഫീസിൽ പോയ പിന്നെ അവിടുന്ന് പുറത്താക്കും. പിന്നെ നിരപരാധികളായ സാധുക്കളായ ഭാര്യ മക്കളെ ഉപദ്രവിക്കാൻ മാത്രം മദ്യത്തിന് കഴിയുമെങ്കിൽ എന്തിനാണിത്? എന്തിനാണ് ഈ ശത്രുതയുടെ കാരണമാകുന്ന മദ്യം? നിങ്ങൾക്ക് നിർത്താനാകുമോ? മദ്യപിക്കുന്ന ഒരാൾക്ക് നിസ്കാരമുണ്ടാവില്ല എന്നതിന്റെ തെളിവാണിത്. മദ്യപിക്കുന്നവൻ നിസ്കരിക്കുന്ന പറഞ്ഞാൽ പോലും അത് നിസ്കാരം ശരിയാവണമെന്നില്ല. എന്തുകൊണ്ട്? മദ്യം അകത്തു ചെന്നാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് വ്യഭിചാരത്തെക്കുറിച്ചാണ്, തിന്മയെക്കുറിച്ചാണ്, കൊള്ളയെക്കുറിച്ചാണ്, തിന്മകളെ കുറിച്ചാണ്, വഞ്ചനയെ കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും നിങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാനാണ് പിശാച് നിങ്ങളെ ഈ സാധനം അകത്ത് കടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കല്ലേ. ഫഹൽ അൻതും മുൻതഹൂൻ. മനുഷ്യനായത് മനുഷ്യന്റെ വിവേക ബുദ്ധിയും അള്ളാഹു നൽകുന്ന കൃത്യമായ ചിന്താശേഷിയും മനുഷ്യന്റെ സത്യാസത്യ വിവേചനത്തിന്റെ കഴിവുമാണ്. ഈ സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ മദ്യപിക്കുന്നതോടുകൂടെ? അതുകൊണ്ട് നബിയേ, അള്ളാഹുവിനോടൊന്ന് പറയണേ, ഒന്ന് പറയണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പറയുമായിരുന്നു. ആ ഉമർ തങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ആയത്തിറങ്ങിയത് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ ഈമാൻ വല്ലാത്ത ഈമാനായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് എന്നവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ മദ്യശാലയിൽ ജോലി ചെയ്യുമായിരുന്നു എന്ന് മദീനയിൽ. ഹിജ്റ വന്ന ആദ്യ കാലഘട്ടം നിരോധന വന്നിട്ടില്ല. നിസ്കാരം നിർബന്ധമായിട്ടുള്ളൂ, നോമ്പ് നിർബന്ധമായിട്ടുള്ളൂ, സകാത്ത് ആയിട്ടില്ല, ഹജ്ജ് നിർബന്ധമായില്ല. ആ ഒരു കാലഘട്ടത്തിൽ മദ്യശാലയിൽ ജോലി ചെയ്യുമ്പോഴാണ് പുറത്തുകൂടെ നടന്നു പോകുന്ന ഒരു സ്വഹാബി, ഹൽ സമിഅ്തും, നിങ്ങൾ കേട്ടോ, വിളിച്ചു പറയാണ്, നിങ്ങൾ കേട്ടോ, ഹുർരിമൽ ഖംറു അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് മദ്യം നിരോധിക്കപ്പെട്ടുകൊണ്ടുള്ള ആയത്തിറങ്ങിയിരിക്കുന്നു. ആ ആയത്ത് സ്വഹാബി ഓതിയിട്ടില്ല, പക്ഷേ വിളിച്ചു പറഞ്ഞു മദ്യം ഹറാമാണെന്ന ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. മദ്യമെന്നാൽ കുല്ലു മുസ്കിരിൻ, all intoxicants, മനുഷ്യന്റെ മത്ത് പിടിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന എല്ലാറ്റിനും ഖംർ എന്ന് പറയും. മാ ഖമറൽ അഖൽ ഐ സതറ, മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു വെക്കുന്നതെല്ലാം.
ഹബീബിനോട് അള്ളാഹു പറഞ്ഞു, നബിയെ മദ്യം ഹറാമാണ് എന്ന് ഹബീബിനായത്തിറങ്ങി എന്ന് മദീനയുടെ അങ്ങാടിയിലൂടെ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോഴേക്കും തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ സ്വഹാബികൾ നിന്നില്ല. ആയത്ത് ഏതാണെന്ന് ചോദിച്ച് ഓദിപ്പിച്ചില്ല. പുണ്യ നബി പറഞ്ഞു, നബി തങ്ങൾക്ക് ആയത്തിറങ്ങിയോ? അനസ് തങ്ങൾ പറയുന്നു, എന്നോട് എന്റെ മുതലാളി പറഞ്ഞു, അനസേ 100 കണക്കിന് ദീനാറിന്റെയും ദിർഹമിന്റെയും സ്വത്താണിത്. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട, അതങ്ങ് തച്ചുടച്ച് നശിപ്പിക്കണമേ, നമുക്ക് വേണ്ട അനസേ. അനസ് തങ്ങൾ പറയാ, നിറയെ മദ്യമുണ്ടായിരുന്ന പ്ടാവുകൾ എന്റെ കൈ കൊണ്ട് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്റെ മുതലാളിക്കത് പ്രശ്നമായില്ല. എന്തേ? അള്ളാഹ്ക്കത് വേണ്ടേ, നമുക്ക് വേണ്ട. ഇതാണ് ഈമാൻ, അതാണ് ഈമാൻ. അവിടെ പിന്നെ വേറെ ചോദ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഹബീബിനെ ഇങ്ങനെ അനുസരിച്ചവരാണ്. ഹബീബിന്റെ മുഅ്ജിസകൾ മുഴുവനും കണ്ടവരാണ്. ആ സച്ചരിതരായ ഹബീബിന്റെ അനുയായികളെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. ഹബീബിന്റെ അസ്ഹാബി, എന്റെ അനുയായികൾ, ആകാശത്തെ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വഴി കാണിച്ചു തരുമോ അതുപോലെ ഇരുളുന്ന ലോകത്ത്, അന്ധകാരത്തിന്റെ ലോകത്ത്, നന്മ കാണാൻ കഴിയാത്ത ലോകം, തിന്മ നന്മയായും നന്മ തിന്മയായും വ്യാഖ്യാനിക്കപ്പെടുന്ന കാലം. അത് നബി നിങ്ങൾ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ചെയ്താൽ അത് തിന്മയാണെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങും, തിന്മ ചെയ്യുന്നത് നല്ലതാണെന്നും പറയാൻ തുടങ്ങും. അങ്ങനെ മുൻകറിനെ മഅറൂഫായും മഅറൂഫിനെ മുൻകറായും മാറുന്ന ഒരു കാലം. ഇതൊക്കെ ഏകദേശം നമ്മുടെ കാലത്തൊക്കെ ആയി തുടങ്ങിയോ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഒരു കാലം വരും, അന്ന് ധാർമ്മിക യുദ്ധം നടക്കുമ്പോ, ധർമ്മസമരം നടക്കുമ്പോ, ഫയുഖാൽ, മുസ്ലിമീങ്ങളുടെ സൈന്യത്തോട് ചോദിക്കുമത്രേ, ഫീകും മൻ സ്വഹിബൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ കൂടെ ഇരുന്ന ഹബീബിനെ കണ്ടവർ, ഹബീബിന്റെ മജ്ലിസിൽ മുഅ്മിനായി ഒരു നിമിഷമെങ്കിലും ഇരുന്നവർ ഈ സൈന്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഫനഅം, അതേ ഉണ്ട്. ഫയുഫ്തഹു അലൈഹി, ആ സ്വഹാബി കാരണം അല്ലാഹു ആ യുദ്ധത്തിൽ അവർക്ക് വിജയം കൊടുക്കും. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. ثم يأتي زمان, പിന്നെ ഒരു കാലഘട്ടം വരും, ഫീകും മൻ സ്വഹിബ അസ്ഹാബ് റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാരെ കണ്ടവർ ആരെങ്കിലും ഉണ്ടോ എന്നവിടെ ചോദിക്കപ്പെടും. അതായത് താബിഉകൾ, സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ പറയും നഅം, ഉണ്ട്. ഫയുഫ്തഹു അലൈഹി, അവര് കാരണം അല്ലാഹു അവർക്ക് വിജയം കൊടുക്കും. പിന്നൊരു കാലഘട്ടം വരും, ഫീകും മൻ സ്വഹിബ സ്വാഹിബ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഹാബിമാരെ കണ്ടവരുണ്ടോ നിങ്ങളിൽ എന്ന് ചോദിക്കും. ഫയുഖാലു നഅം ഫയുഫ്തഹ്, അതായത് സ്വഹാബിയുണ്ടോ, താബിയുണ്ടോ, തബഉ താബിയുണ്ടോ, ഇവരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വിജയം കൊടുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. എത്ര സത്യമാണത്! ഇറാഖും യമനും പേർഷ്യയും സമർക്കന്തും ബുഖാറയും അസർബൈജാനും തുർക്ക്മെനിസ്ഥാനും കിടക്കുന്ന മാവറാ അന്നഹർ, ജയ്ഹൂൻ സൈഹൂൻ നദികൾക്കപ്പുറം കിടക്കുന്ന നാടുകൾ, ഇതെല്ലാം ദീനിലേക്ക് വന്നത് താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിലല്ലയോ? വലിയൊരു അത്ഭുതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രഗൽഭരായ ചില ആളുകളുണ്ട്. പുണ്യനബി തങ്ങൾ അവരിൽ പേരെടുത്തു പറഞ്ഞു. അവരിൽ നമുക്ക് മാതൃകയാക്കാവുന്ന, നമുക്ക് എപ്പോഴും കേൾക്കുന്ന പരിചയമുള്ള സ്വഹാബിയാണ് അർഹമു ഉമ്മത്തി അബൂബക്കറിൻ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും കരുണയുള്ളവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. കാരുണ്യം നഷ്ടപ്പെടരുത്. നമുക്കൊരു ഗസയിൽ നടക്കുന്ന വേദനിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഒരിറ്റ് കണ്ണുനീരെങ്കിലും, റഹ്മത്തിന്റെ കണ്ണുനീർ നമുക്ക് പൊഴിക്കാൻ കഴിയണം. അതൊരു പ്രാർത്ഥനയായിട്ട് മാറണം. അല്ലാഹുവേ കുൻ ലഹും വലാ തകുൻ അലൈഹിം, റബ്ബേ നീ അവരോടൊപ്പം ഉണ്ടാവണേ എന്നെങ്കിലും പറയാൻ കഴിയും. നിരപരാധികളായ പാവങ്ങളായ ആളുടെ കൂടെ ഉണ്ടാവണേ, റഹ്മത്ത് വേണം. അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി
ഉമ്മത്തി അബൂബക്രിൻ, എൻ്റെ ഉമ്മച്ചികളിൽ ഏറ്റവും കരുണയുള്ള മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വഅശദ്ദുഹും ഫീ അംരില്ലാഹി ഉമർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ കർക്കശമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, ഏറ്റവും ലജ്ജയുള്ള സത്യസന്ധനായ മഹാൻ, ഒരാളോടും ഒരു മുഖം കറുപ്പിക്കാത്ത, ഒരു തിന്മയുടെ അരികത്ത് പോലും പോകാത്ത, തന്റെ ശരീരം ആരും അന്യരായ ഒരാളും കാണരുത് എന്നാഗ്രഹിക്കുന്ന പുണ്യ റസൂല് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലിങ്ങനെ തുണി ഉടുത്ത് കിടക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി കഥ പറയുന്നുണ്ട്. പുണ്യ നബി തങ്ങളുടെ മുണ്ട്, നബി തങ്ങളുടെ തുണി തങ്ങളുടെ കാൽമുട്ടോളമുണ്ട്, ഔറത്ത് കാണുന്നില്ല, തങ്ങൾ കിടക്കുകയാണ്. ആ വീട്ടിലേക്ക് സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. ആയിഷ ബീവിയുടെ ഉപ്പ നബി തങ്ങൾ അവിടെ തന്നെ കിടന്നു. പിന്നെ വാതിൽക്ക് മുട്ടി ആരാ? ഉമർ. നബി തങ്ങളുടെ ഹഫ്സ ബീവിയുടെ ഉപ്പ, നബി തങ്ങളുടെ അമ്മോഷനാണത്. തങ്ങൾ അവിടെ തന്നെ കടന്നു. അതാ വരുന്നു മൂന്നാമത്. ഈ കൃത്യമായ ഖിലാഫത്തിന്റെ ആ ഒരു സീക്വൻസിൽ തന്നെ ആ സംഭവങ്ങളൊക്കെ നടന്നത് വലിയൊരു അത്ഭുതമാണ്. മൂന്നാമത് വന്നത് സാലിസുൽ ഖുലഫാ, ഖുലഫാക്കളിൽ മൂന്നാമത്തവർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. അവർ ഖലീഫയൊന്നുമല്ല, തങ്ങളുടെ ഖത്തനാണ്, തങ്ങളുടെ സുഹറാൻ, തങ്ങളുടെ പുതിയാപ്പിളയാണ്. മഹാനവറുകൾ കടന്നു വന്നു. ഉസ്മാൻ എന്നവർ വരിക എന്ന് കണ്ടപ്പോൾ തങ്ങൾ അങ്ങനെ എണീറ്റിരുന്ന് തുണിയൊക്കെ ശരിയാക്കി നേരെ ഇരുന്നു. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, പൊന്നാര നബി, എന്റെ വാപ്പ വന്നപ്പോൾ നിങ്ങൾ എണീറ്റില്ല. ഹഫ്സ ബീവി പറഞ്ഞു, എന്റെ ഉപ്പ വന്നപ്പോൾ നബി അങ്ങനെ തന്നെ കടന്നു. ഉസ്മാൻ എന്നവർ, നബി തങ്ങളുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉസ്മാൻ എന്നവർക്ക്, റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും റളിയല്ലാഹു അൻഹുമാ. ആ 2 പെൺമക്കളും ഉസ്മാൻ തങ്ങളുടെ ഭാര്യമാരായിരിക്കെ അസുഖം വന്ന് വഫാത്തായവരാണ്. ഉസ്മാൻ തങ്ങൾ വന്നപ്പോ, എന്തേ നബിയെ നിങ്ങൾ എണീറ്റ് തുണിയൊക്കെ ഒന്ന് ശരിയാക്കിയിരുന്നത്? പറഞ്ഞു, ഉസ്മാൻ ആരാണെന്നറിയുമോ? അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പോലും ലജ്ജയാണ്, നാണമാണ്, അവര് പോലും നാണിച്ചു പോകും. അത്രക്ക് വലിയ ഈമാനിന്റെ ഉടമയാണ് ഈ മഹാൻ. അങ്ങനത്തെ ഒരു മഹാന് വരുമ്പോ ഞാൻ അതിനുള്ള ഒരുക്കങ്ങൾ കാണിക്കണ്ടേ? ഞാൻ ഇങ്ങനെ എടുത്താ മതിയോ എന്ന് പറഞ്ഞ് നിബിതങ്ങൾ വസ്ത്രം കൃത്യമായും കാൽമുട്ടിന്റെ താഴേക്ക് വീണ്ടും തങ്ങൾ താഴ്ത്തി വെച്ച് ഉസ്മാൻ എന്നവർക്ക് വേണ്ടി ഇരുന്നു കൊടുത്തു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവസാനമായി ഓതിയ മുസ്ഹഫുണ്ട്. ആ മുസ്ഹഫ് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒറിജിനൽ മുസ്ഹഫ്. അത് ഒറിജിനലാണെന്ന് യുനെസ്കോ അടയാളപ്പെടുത്തിയതാണ്. കാർബൺ ഡേറ്റ് ഇപ്പം പഴയ പോലെ തട്ടിപ്പ് നടത്താൻ പറ്റൂല. ഇതിന്റെ ഡേറ്റ് പരിശോധിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇത് പഴയതാണോ, എത്ര കൊല്ലം എത്ര ദിവസം പഴക്കണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ യുനെസ്കോ അടയാളപ്പെടുത്തിയ അംഗീകരിച്ച ലോകത്തെ ഏറ്റവും പുരാതനമായ 2 മുസ്ഹഫാണ്. ഒന്ന് താഷ്കൻഡിലാണ്, അത് ഞങ്ങൾ കാണാൻ അവസരമുണ്ടായി കഴിഞ്ഞ ആഴ്ച. അൽഹംദുലില്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ ഓതിയ ഫസൈക്ഫീകഹുമുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിന്റെ മീതെ ഉസ്മാൻ എന്നവരുടെ ചോരപ്പാടിന്റെ അടയാളം, ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഇപ്പോഴും കാണാൻ പറ്റും. മാൻപേടയുടെ തോലിലുണ്ടാക്കിയ 230 പേജുകളുള്ള മുസ്ഹഫ്, പുത്തും കുള്ളിയൊന്നും ഇല്ലാത്ത. എന്നാരെങ്കിലും ഖുർആൻ, ഇന്നത്തെ ഖുർആനും അന്നത്തെ ഖുർആനും ശരി തന്നെയാണോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി പരിശോധിക്കാൻ ഒരു കോപ്പി ഇന്നോടുണ്ട്. അതാണ് ഖുർആന്റെ മഹത്വം. അതുപോലും പറയാൻ ന്യായം കിട്ടൂല. കാരണം അതിന്റെ മാച്ച് ചെയ്യാൻ പറ്റൂല. ഒറിജിനൽ മുസ്ഹഫ് അവിടെ ഉണ്ടല്ലോ, ഒരു മാറ്റവും ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഓതിയ മുസ്ഹഫ് അവിടെ ഉണ്ട്. യാ അല്ലാഹ്, അത് മഹാനായ അബൂബക്കറുൽ ഖഫാലു ശാശി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഖാമിന്റെ തൊട്ടടുത്ത് ഒരു ഇമാം ഖഫാൽ കോമ്പൗണ്ട് ഉണ്ട്. അവിടെയാണതുള്ളത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഒരു ലൈബ്രറിയുടെ അകത്ത്. അൽഹംദുലില്ലാഹ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, വലിയ നാണമുള്ള മഹാനായിരുന്നു. കുളിക്കുമ്പം പോലും ഡ്രസ് അഴിക്കൂലായിരുന്നു. ഒരു മുണ്ടുകൊണ്ട് പുതച്ചുകൊണ്ടായിരുന്നു കുളിച്ചിരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വഅഖറഉഹും ലികിതാബില്ലാഹി ഉബൈ, അല്ലാഹുവിന്റെ കിതാബിനെ സംബന്ധിച്ചുള്ള ഇൽമുള്ള മഹാൻ.
ഓതുന്നവർ ഖുർആ എന്ന് അന്ന് പറയുന്ന വചനങ്ങളിൽ ആലിമ് എന്ന അർത്ഥത്തിലാണത് പറയാറുള്ളത്. കാരണം ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് എന്നവരോട് നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബേ, നിങ്ങൾക്ക് അല്ലാഹു ധാരാളം ഇൽമു തന്നിട്ടുണ്ട്, ഇൽമു കൊണ്ട് നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. വഫറലുഹും സയ്യിദ് ഇബ്നു സാബിത്. ദീനിന്റെ ഫർദായ വിഷയങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങൾ, ഇത് ഏറ്റവും കൂടുതൽ അറിയുന്ന സ്വഹാബിയാണ് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ. പണ്ഡിതന്മാരുടെ നേതാവ് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നതി ബിറത്വതി ഹജർ എന്ന് നബി തങ്ങൾ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹലാലും ഹറാമും അറിയുന്ന മഹാൻ. എന്നിട്ട് പറഞ്ഞു, അലാ അറിയണേ, വഇന്ന ലികുല്ലി ഉമ്മത്തിൻ നമീന, എല്ലാ സമുദായത്തിനും ഒരു രഹസ്യ സൂക്ഷിപ്പുകാരൻ ഉണ്ടാകും. വഅമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. സ്വഹാബിമാരിൽ ഒരുപാട് ആളുകളെ നബി തങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അവരുടെ ഗുണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാം. ഓരോ സ്വഹാബിക്കും ഓരോ ഗുണമാണ്. നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫാത്തുൽ ഹമീദയിൽ നിന്ന് ഓരോ സ്വഹാബിമാരും അവരവരുടെ ഋതുബക്കനുസരിച്ചുള്ള സ്വഭാവങ്ങൾ സ്വീകരിച്ചു എന്നാണ്. ഇതിന്റെ എല്ലാം ആകത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, മാ അദല്ലത്തിൽ ഖളറാഉ വലാ അഖല്ലത്തിൽ ഗബ്റാഉ അസ്ദഖ മിൻ നബി ദർ റളിയല്ലാഹു അൻഹു. ആകാശത്തിനു താഴെ ഭൂമിക്കു മീതെ അബൂദറിനെക്കാളും സത്യസന്ധരായ മറ്റൊരാളില്ല. അൽഖമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷാമിലേക്ക് ചെന്നപ്പോ 2 റക്അത്ത് ഷാമിലെ പള്ളിയിൽ നിസ്കരിച്ചു. എന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ യസ്സിർലി ജലീസൻ സ്വാലിഹാ, അല്ലാഹുവേ നല്ല ഒരു മനുഷ്യൻ എൻ്റെ അരികത്ത് വന്ന് ഇരിക്കണമേ. പള്ളിയിലൊക്കെ നേരത്തെ പോയിരിക്കുക, അതൊരു വലിയ പുണ്യമാണ്. അവിടെ ചെന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോ, പടച്ചോനെ ഒരു നല്ല മനുഷ്യൻ എൻ്റെ അരികത്ത് വന്നിരിക്കണമേ. അൽഖമ തങ്ങൾ ദുആ ചെയ്തു. താബിഈയാണ്. അല്ലാഹുവേ ഒരു നല്ല മനുഷ്യൻ സ്വാലിഹായ ഒരാൾ എൻ്റെ അരികത്ത് വന്ന് ഇരിക്കണമേ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഫഇദാ ശൈഖുൻ ഖദ് ജാഅ ഹത്താ ജലസ ഇലാ ജംബി, എൻ്റെ അരികത്തൊരു വലിയ പണ്ഡിതൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളിൽ അങ്ങനെ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അടുത്തുള്ളവർ ചോദിച്ചു, ഇതാരാ? അബൂദർദാ, ശാം കണ്ട ഹബീബായ നബിയുടെ സ്വഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു. പുണ്യനബി പഠിപ്പിച്ച ഒരു ഹദീസ്, ഒരു ദിക്ർ തന്റെ വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ചൊല്ലിപ്പിച്ചതിന്റെ പേരിൽ തന്റെ ആ ഒരു ഹയ്യിൽ, ആ ഒരു ഏരിയയിൽ മുഴുവൻ തീപിടുത്തമുണ്ടായപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ഓടി വന്ന് പറഞ്ഞില്ലയോ, അബൂദർദാ അവിടെ തീ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരിക്കും. അബൂദർദാ പറഞ്ഞു, എന്റെ വീടിന് തീ പിടിക്കാൻ ഇടയില്ല, എന്റെ റസൂല് പഠിപ്പിച്ച ദുആ ഞാൻ അവിടെ ചൊല്ലി പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനൊരു കുഴപ്പവുമില്ലായിരുന്നു. ദീർഘമായൊരു ദുആ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അബൂദർദാ തങ്ങളാണ്. ഞാൻ പറഞ്ഞു, അബൂദർദാ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, എനിക്ക് നല്ലൊരു സ്വാലിഹായ മനുഷ്യനെ എൻ്റെ അരികത്തേക്ക് വന്ന് ഇരുത്തി തരണമേ, അതുകൊണ്ടാണ് നിങ്ങളെ എനിക്ക് ലഭിച്ചത് എന്നും ഞാൻ സന്തോഷം പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു, മിൻ അഹ്ലിൽ കൂഫ, കൂഫയിൽ നിന്നാണ്. 1050 സ്വഹാബിമാർ കൂഫ നഗരത്തിൽ മാത്രമുണ്ടെന്നാണ്. ഇറാഖിലേക്കൊക്കെ സിയാറത്ത് പോകാറുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ. കൂഫയിൽ 1050 സ്വഹാബിമാർ, 14 ബദരീങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. കൂഫയിൽ നിന്നാണ്. അപ്പൊ ചോദിച്ചു, അവലൈസ ഇൻദകും ഇബ്നു ഉമ്മി അബ്ദിൻ സാഹിബിൻ അലൈൻ. പുണ്യനബി തങ്ങളുടെ സ്വഹാബിമാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 ചെരുപ്പുകൾ കയ്യിലെടുത്ത് നടന്നിരുന്ന ഹബീബിന്റെ സ്വഹാബി എവിടെ ഇല്ലയോ നിങ്ങളുടെ കൂഫയിൽ? ആരാത്? ഇബ്നു മഅബ്ദ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതുപോലെ
നിങ്ങൾക്കാർക്കെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേൾക്കണമേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് നാട്ടിൽ നിന്നല്ലേ നിങ്ങൾ വന്നത്? എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് ആലിമിനെ ചോദിച്ച് നടക്കുന്നത്? ഇബ്നു മസ്ഊദ് ഇല്ലേ നിങ്ങളുടെ നാട്ടിൽ? ആ മഹാൻ വല്ലാത്ത മഹാനല്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ആർക്ക് കടന്നു വരണമെങ്കിലും ഒരു സമ്മതം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സമ്മതമില്ലാതെ നബി തങ്ങളോട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ച് തങ്ങളുണ്ട് എന്നറിഞ്ഞാൽ ധൈര്യത്തോടെ കടന്നു വരാൻ കഴിയുമായിരുന്ന മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പിന്നെ ചോദിച്ചു വഫീകുമുല്ലദീ അജാറഹുല്ലാഹു മിനശ് ശൈത്വാൻ അലാ ലിസാനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയുടെ പ്രാർത്ഥനയാൽ പിശാചിൽ നിന്ന് അഭയം കിട്ടിയ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബിയും നിങ്ങളുടെ നാട്ടിലില്ലയോ? അതാരാന്നറിയോ? ഈ ഉമ്മത്തിലെ ആദ്യം ഷഹീദായ ഒരു മഹദി. ആ മഹദിയാണ് സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹാ. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സുമയ്യ ബിവി. യാസിർ എന്നവർക്കും സുമയ്യ ബിവി രണ്ടുപേർക്കും അല്ലാഹു ഈ ഉമ്മത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു ഷഹാദത്ത് നൽകി. അവരുടെ മോനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ റളിയല്ലാഹു അൻ വാലിദൈഹി. സുമയ്യ ബീവിയുടെ മോനാണിത്. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണിത്. മക്കയിൽ അവര് ചുട്ടുപഴുത്ത ചൂടുള്ള കല്ലുകളിൽ യാസിർ എന്നവരെ കിടത്തുകയും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയെ അവിടെ കിടത്തുകയും സുമയ്യ ബീവിയുടെ ശരീരത്തിലേക്ക് രഹസ്യഭാഗത്തേക്ക് ചുട്ടുപഴിപ്പിച്ച് കുന്തത്തിന്റെ ഇരുമ്പിന്റെ ആ ഭാഗം ചുട്ടുപഴിപ്പിച്ച് സുമയ്യ ബീവിയുടെ ദേഹത്തേക്ക് കുത്തിയിറക്കി കലിമ ചൊല്ലി ആ വേദനയിൽ പുളഞ്ഞുകൊണ്ട് മഹദിയായ റളിയല്ലാഹു അൻഹാ അബൂജഹലിന്റെ കരങ്ങളാൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ദൂരെയാണ്. ആ ആർപ്പ് നിലവിളിപ്പ് പുണ്യ നബി കേട്ടു. അവിടെന്ന് പറഞ്ഞു സബ്റൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ഹബീബായ നബി തങ്ങൾ നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്ത് നിന്ന് ആ രണ്ട് സ്വഹാബിയോടും സ്വഹാബിയത്തിനോടും നബി തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രിയപ്പെട്ട മോനാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അന്ത്യവിഷമം കൊള്ളുന്നത് ഇറാഖിലെ കൂഫയിലാണ്. ഇവരൊക്കെ ഉള്ളൊരു നാട്ടിൽ നിന്നാണോ, ഇവരൊക്കെയുള്ള നാട്ടിൽ നിന്നാണോ നിങ്ങൾ ഇൽമ് തേടിയിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ഷാമിൽ വന്നപ്പോൾ അബൂദർദ എന്നവർ മഹാനായ അൽഖമ തങ്ങളോട് ചോദിച്ചു എന്നാണ് ചരിത്രം. പിന്നെ ഒരു അൽഖമ തങ്ങൾ, ഒരു സ്വഹാബി, അങ്ങനെ ഒരു സ്വഹാബിയുടെ ചരിത്രമൊക്കെ കുട്ടികളൊക്കെ മദ്രസയിലും അവർക്ക് നമ്മളൊക്കെ കഥ കേൾക്കാറുണ്ട്. അൽഖമ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിറക് വെച്ച് കത്തിക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുക്കും. അതില്ലാത്ത കഥയാണല്ലോ, അങ്ങനെ സംഭവമില്ല. അങ്ങനെ അൽഖമ എന്ന് പറഞ്ഞൊരു സ്വഹാബിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം. അത് എങ്ങനെ കഥ കയറി വന്നു എന്നറിയില്ല. ആ കഥ അങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കാം. ഉസ്താദുമാരും അത് പറയുന്നവരും കുട്ടികൾക്ക് പ്രസംഗം പഠിപ്പിക്കുമ്പോഴൊക്കെ ഉമ്മയെ വാപ്പയെ അനുസരിക്കണം എന്നൊരു മെസ്സേജ് കൊടുക്കാനായിരിക്കാം. പക്ഷേ ഇല്ലാത്ത കഥ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അൽഖമ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു അൽഖമ തങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന, നബി തങ്ങളുടെ കാലത്ത് തീർത്തും ഉണ്ടായിട്ടില്ല എന്നാണ്. അത് മഖ്ദൂബാണ്, അതങ്ങനെ ആരൊക്കെയോ പറഞ്ഞു വന്ന അസുലില്ലാത്തൊരു ചരിത്രമാണ് എന്നതിനെ സംബന്ധിച്ച് തഖ്രീജ് ചെയ്ത ചില സംഭവങ്ങൾ കാണാൻ പറ്റി. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇത് താബിഇയായ അൽഖമ റളിയല്ലാഹു അൻഹു ആണ്. ഇൻതലഖനാ യസീദ് ഇബ്നു ഹയ്യാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. സമയം വൈകിപ്പോന്ന് ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ നിർത്തും ഇൻഷാ അല്ലാഹ്. കുഴപ്പമില്ലല്ലോ, നമ്മൾ 10 മണിക്കല്ലേ തുടങ്ങിയത്. ഞാൻ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ 8:45. പിന്നെ ഇവിടെ നിന്ന് ഓടിയെത്താനോ ഒരു ചായ കുടിക്കാനോ സമയം ഉണ്ടായുള്ളൂ. പിന്നെ അതുകൊണ്ടുള്ള ഒരു വൈകലാണ് ഉണ്ടായത്. ഇതെന്തോ അള്ളാൻ്റെ കുതിരത്ത. ഫ്ലൈറ്റ് ഇറങ്ങി വന്നാലും നമുക്ക് എണീറ്റിക്കാൻ തന്നെ കഴിയില്ല. ഉറക്കവും തൂക്കവും ക്ഷീണവും തലവേദനയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ടായിരിക്കും ഇങ്ങനെ വേദന തുടങ്ങിയത്. അൽഹംദുലില്ലാ. അപ്പം അതുകൊണ്ട് വന്ന ഒരു ഇതാണ് നമ്മുടെ
അബ്ദുൽ ഖാദർ ഹാജിയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, വെള്ളിയാഴ്ചത്തെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത് ലേറ്റ് ആവും, അത്ര വരെ പിടിച്ചിരിക്കാനൊക്കെ നാട്ടിൽ കഴിയുമോ, 10 മണിക്കൊക്കെ തുടങ്ങാൻ കഴിയുള്ളൂ, ഓടിയെത്തിയാൽ നമുക്ക് അവിടുന്ന് സ്കൂളും കഴിഞ്ഞ് ജുമയും കഴിഞ്ഞിട്ടല്ലേ പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്ന ലേറ്റ് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ആൾക്കാർക്ക് കുഴപ്പമില്ല, പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാ, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഈ ക്ഷമിച്ചിരിക്കുന്നത് അള്ളാഹു വലിയൊരു കൂലി, വലിയൊരു പ്രതിഫലം അള്ളാഹു നൽകട്ടെ. നാളെ പരിപാടി നേരത്തെ തുടങ്ങും. ഉമ്മൻ ഉസ്താദ് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരിപാടി നേരത്തെ തന്നെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ ഉറ്റുനോക്കുകയാണ്. ഒരു കല്യാണം കഴിച്ചെടുത്ത കഥയുണ്ട്. മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരേ ഒരു പെങ്ങളെ തന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാൻ ഒരു സ്വഹാബിക്ക് കല്യാണം കഴിച്ചുകൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ കൂട്ടുകാരൻ തന്റെ പെങ്ങളെ ത്വലാഖ് ചൊല്ലി. അപ്പോ സ്വഹാബിയായ മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന് വലിയ വേദന തോന്നി. അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു പെങ്ങളാണ്. ആ പെങ്ങൾ ആറ്റുനോറ്റ് വളർത്തിയ ഒരു പെങ്ങളാണ്. ആ പെങ്ങളെ പൊന്നുപോലെ നോക്കും എന്ന ഒരു ധൈര്യത്തിലും വിശ്വാസത്തിലും കല്യാണം കഴിച്ചു കൊടുത്തപ്പോ എന്തോ ഒരു ചെറിയ കാരണം കൊണ്ട് മുമ്പ് ഒരു ത്വലാഖ് ചൊല്ലി. ആ ത്വലാഖ് ചൊല്ലി ത്വലാഖിന്റെ ഇദ്ദന്റെ ഉള്ളിൽ തിരിച്ചെടുക്കാതിരുന്നാൽ ആ പെണ്ണ് പിന്നെ ത്വലാഖായി പോയല്ലേ, പിന്നെ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്റെ പെങ്ങളെ ത്വലാഖ് ചൊല്ലി സംഭവിച്ചപ്പോ മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു. അങ്ങനെ പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പെങ്ങൾക്കും തോന്നല് തന്റെ ആദ്യ ഭർത്താവിലേക്കൊന്ന് പോയിക്കൊള്ളാം. തന്റെ കൂട്ടുകാരനും ഒരു തോന്നല് മഅ്ഖൽ എന്നവരുടെ പെങ്ങളെ തന്നെ തിരിച്ചെടുക്കാം, നിക്കാഹ് ചെയ്യണല്ലോ. പക്ഷെ ഭയങ്കര ഈ സ്നേഹിതന്മാര് തെറ്റിയ പിന്നെ ഭയങ്കര തെറ്റലായിരിക്കും അല്ലേ? സ്നേഹിതന്മാർ എത്ര കട്ട ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരു തെറ്റിയ പിന്നെ നന്നാവാൻ വലിയ കുറേ സമയം എടുക്കും. അവർ പറയാതെ എന്നാലും എന്ന് പറയും ഇടക്കിടക്ക് ഇങ്ങനെ, എന്നാലും എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നാണ് ആ ഉദ്ദേശം. അപ്പൊ മറക്കാൻ കഴിയില്ല. അപ്പൊ മഅ്ഖൽ ഇബ്നു യസാർ എന്നവർ പറഞ്ഞു, യാ ലുഖഅ, യാ ലുഖഅ. ലുഖഅ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരാളുടെ ദേഷ്യത്തിൽ പറയുന്ന വാക്കാണ്. യാ ഫുലാൻ എന്ന് പറയുന്നതിലും താഴെയാണ് ആ വാക്കിന്റെ അർത്ഥം. യാ ലുഖഅ, എടാ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു വാക്കാണത്. യാ ലുഖഅ, അക്റംതുക ബിഹാ വസവ്വജ്തുകഹാ, എന്റെ പെങ്ങളെ നിനക്ക് കല്യാണം കഴിച്ചു തന്ന് ഞാൻ നിന്നെ ആദരിക്കുകയും ഞാൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്ത് എന്റെ പെങ്ങളെ ഏൽപ്പിച്ചപ്പോ ഫതല്ലഖതഹാ, എന്റെ പെങ്ങളെ നീ ത്വലാഖ് ചൊല്ലിയില്ല ഒരു കാരണവുമില്ലാതെ. വല്ലാഹി ലാ തർജിഉ ഇലൈക അബദൻ ആഖിറ മാ അലൈ, ഇനി ഒരിക്കലും എന്റെ പെങ്ങൾ നിന്റെ കൂടെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നമില്ല. ബുഖാരി ഇമാമിന്റെ റിവായത്തിലെ സവ്വജ്തുക, നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നില്ലേ എന്റെ പെങ്ങളെ, വഫറഷ്തുക, വീട്ടിലുള്ള ഫർണിച്ചറും വാങ്ങി തന്നു, ഞാൻ വീട്ടിലേക്കുള്ള സൗകര്യങ്ങളും വാങ്ങിച്ചു തന്നു, വഅക്റംതുക, നല്ല ഇക്റാമും ചെയ്തു. അന്നൊക്കെ ഒരുപാട് മഹർ വാങ്ങുന്ന കാലമാണ്. തന്റെ സുമുഖിയായ അദബുള്ള നല്ല ഈ മോളെ ചെറിയ മഹറിനാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ആ പെങ്ങളെ നീ ത്വലാഖ് ചൊല്ലിയിട്ട് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ട് വരികയാണോ? ലാ വല്ലാഹി ലാ തഊദുക അബദാ. ബുഖാരി ഇമാമിന്റെ റിവായത്ത് ഇങ്ങനെ, ഒരിക്കലും നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരൂല. فعلم الله حاجته إليها وحاجتها إلى بعلها. മഹാന്മാർ പറയട്ടെ, ആ പെണ്ണിന് തന്റെ ആദ്യ ഭർത്താവ് വേണമെന്നും ആദ്യ ഭർത്താവിന് തന്റെ ഈ ആദ്യ ഭാര്യയെ വേണമെന്നും അള്ളാഹുയുടെ മനസ്സുകളെ അറിഞ്ഞു. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ ആയത്തിറങ്ങുകയാണ്. സൂറത്തുൽ ബഖറയിലെ 232 232 ആയത്ത് ഈ വിഷയമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف.
സ്വഹാബിമാരുടെ നിലപാടുകൾ മനസ്സിലാക്കാനാണ് ഈ സംഭവം പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അവിടം പിന്നെ സ്വന്തം ഈഗോയും സ്വന്തം വൈരാഗ്യവും സ്വന്തം മനസ്സിന്റെ ചിന്തകളും അവിടെ ഇറക്കി വെച്ച് അല്ലാഹുവിനെ സമഅൻ വതആ, പടച്ചവനെ നീ പറഞ്ഞത് ഞാൻ കേട്ടു, നിന്നെ ഞാൻ അനുസരിക്കുകയാണെന്ന് പറഞ്ഞ് സർവ്വ അഹങ്കാരവും താഴെ വെച്ച് അള്ളാഹുവിനെ പച്ചയായി അനുസരിക്കണം എന്നൊരു ആശയം സ്വഹാബിമാർ പഠിപ്പിക്കുന്ന രംഗമാണിത്. ഖുർആൻ പറയുന്നു, വഇദാ ത്വല്ലഖ്തുമുൻ നിസാ, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫബലഗന അജലഹുൻ, ത്വലാഖ് കഴിഞ്ഞ് ഇദ്ദയും കഴിഞ്ഞാൽ പിന്നെ ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുൻ. ഒരു ത്വലാഖ ചൊല്ലിയത്, മൂന്നല്ല, മൂന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ച് സ്വമേധയാ അയാൾ നിക്കാഹ് ചെയ്ത് അദ്ദേഹം സ്വമേധയാ ഇവളെ ഒഴിവാക്കി അവളുടെ ഇദ്ദ കഴിഞ്ഞാലേ ആദ്യ ഭർത്താവിന് അവൾ ഹലാലാവുകയുള്ളൂ. അങ്ങനെയാണ്. എൻ്റെ ഇടക്ക് കയറിയിട്ട് ബ്രോക്കർ പണിയെടുക്കാൻ പറ്റൂല, ഞാൻ കെട്ടിക്കോളാം, ഒരു മാസം കണ്ട് തിരിച്ചു തരാം, അത് നിക്കാഹിന് ശരിയാവില്ല. നിക്കാഹ് ഒരു അജലിലേക്ക് ചെയ്താൽ നിക്കാഹിന്റെ ബാത്തിലാണ്. ഒരു മാസത്തേക്ക് നിക്കാഹ് അങ്ങനെയല്ലല്ലോ, നിക്കാഹ് ലൈഫ് ടൈമാണ്. വഖദ്ന മിൻകും മീസാഖൻ ഗലീള, മരിക്കണവരെയുള്ള ബന്ധമാണത്. ഈ 3 ത്വലാഖ് ചൊല്ലിയിട്ടേ ഇടക്ക് കയറിയിട്ടുണ്ട് പൈസക്കൊരു പരിപാടി. ആ നാട്ടിലെ ചില ആൾക്കാർ റെഡി ആയി നിൽക്കുക, നമ്മൾ റെഡിയാണല്ലോ. പച്ചയായ വ്യഭിചാരമാണത്, ഒരിക്കലും പാടില്ല. അങ്ങനെ ഹലാലായ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും കഴിയില്ല. അവര് 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞു, ഇദ്ദയും 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞു. 3 ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ തീർന്നു. ഇനി പിന്നെ ത്വലാഖുൻ ബാഇൻ സംഭവിച്ചു എന്നാ പറയാം. ഇനി തിരിച്ചു വരണമെങ്കിൽ വേറൊരു ഭർത്താവ്, അവളുടെ ഇദ്ദ കഴിഞ്ഞ് വേറൊരു ഭർത്താവ് അവളെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവ് സംഭവിച്ചവർ ത്വലാഖിലേക്ക് എത്തി, അയാൾ ത്വലാഖ് ചൊല്ലി ഇദ്ദയും കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിന് വേണമെങ്കിൽ നിക്കാഹ് ചെയ്തിട്ട് അവളെ സ്വീകരിക്കാം എന്നേ ഉള്ളൂ. എന്നല്ലാതെ ഇടക്ക് കയറി ബ്രോക്കർ പണി ഉണ്ടല്ലോ, ഒരാഴ്ചത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ ഒഴിവാക്കി തരാം, അത് വ്യഭിചാരമാണ്. അങ്ങനെയൊക്കെ ചിലയിടത്ത് നടക്കുന്നുണ്ട് എന്ന് കേൾക്കാറുണ്ട്. അല്ലാഹു അലം, ശരിയാണോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്, തെറ്റാണ്. അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ അവസരം ഉണ്ടാവും? ഇല്ലേ, ഉണ്ടാവില്ല, അത്ര വിചാരിച്ചാൽ മതി. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ത്വലാഖ് ചൊല്ലി അവരുടെ അജല് കഴിഞ്ഞാൽ, ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ആദ്യ ഭർത്താവിനെ തന്നെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഫലാ തഅദുലൂഹുന്ന, അതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. ഇദാ തറാളൂ ബൈനഹും ബിൽ മഅറൂഫ്, മഹർ കൊടുത്ത് ശരിയായൊരു നിക്കാഹിലൂടെ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ മഹാനായ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമഅൻ ലിറബ്ബി വതആ, സമഅൻ ലിറബ്ബി വതആ, എന്റെ റബ്ബിനെ ഞാൻ അനുസരിച്ചിരിക്കുന്നു, എന്റെ റബ്ബിനെ ഞാൻ വഴിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസൗവിജുക വഉക്രിമുക എന്ന് പറഞ്ഞ് തന്റെ പെങ്ങളെ, ആ ആദ്യ ഭർത്താവായിരുന്ന തന്റെ കൂട്ടുകാരന് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുക്കുക തന്നെ ചെയ്തു. എന്തേ? അല്ലാഹു പറഞ്ഞു, പിന്നെ തീർന്നവിടെ. ഇതാണ് ഈമാൻ. ഇതില്ലാതെ നമ്മൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു നടന്നാലൊന്നും ഇസ്ലാം ആവുന്നില്ല. അല്ലാഹുവിനെയുള്ള അനുസരണ, അങ്ങേയറ്റത്തെ അനുസരണ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുത്തിരുന്ന സിദ്ദീഖ് എന്നവരുടെ ബന്ധുവായിരുന്നുവല്ലോ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപരാധം പറഞ്ഞു പരത്തിയതിൽ അറിയാതെ ഏറ്റുപറഞ്ഞു പോയ ആളായിരുന്നു മിസ്തഹ് ഇബ്നു ഉസാസ. ആ ചരിത്രം നമ്മൾ പലവരും പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാൻ. സിദ്ദീഖ് എന്നവര് പറഞ്ഞു, എന്റെ മോൾ ആയിഷയെ കുറിച്ച് ഞാൻ ചെലവ് കൊടുക്കുന്ന, സിദ്ദീഖ് എന്നവരെ ചെലവിന് കൊടുത്തില്ലെങ്കിൽ മിസ്തഹ് എന്നവരുടെ വീട്ടിൽ പട്ടിണിയാണ്. ആ മിസ്തഹ് എന്നവര് എന്റെ മോളായ റസൂലുള്ളാഹിയുടെ ഭാര്യയായ ആയിഷ ബീവിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും മിസ്തഹിന് ചെലവ് കൊടുക്കില്ല എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ,
ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. സിദ്ദീഖ് എന്നവരെ മാത്രമല്ല ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളിൽ മുതലാളിമാർ സ്വന്തം കുടുംബങ്ങളിൽപ്പെട്ടവർക്ക്, മിസ്കീന്മാർക്ക്, അതും ഹിജറ ചെയ്ത് വന്നവരെ, മിസ്തഹ് എന്നൊരു മുഹാജിറാണ്, മക്കക്കാരനാണ്, അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. സത്യം ചെയ്ത് പറയരുത്, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എങ്കിൽ നിങ്ങളും മാപ്പ് ചെയ്തു കൊടുക്കണം. നിങ്ങൾ മിസ്തഹ് എന്നവർക്ക് കൊടുത്തിരുന്ന നന്മ തുടരണം എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, ബലാ വല്ലാഹ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. നമ്മുടെ കുട്ടികളെ കല്യാണം മുടക്കിയാലുണ്ടാവും, നാട്ടിലെ ഉണ്ടാവില്ലേ? കല്യാണത്തിൽ വന്ന് എന്തെങ്കിലും ഫിത്തന ഉണ്ടാക്കി പോയവരുണ്ടാകും. പുതിയാപ്പിളുടെ കൂട്ടരൊക്കെ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയണ്ണിന്റെ വീട്ടിൽ വന്നുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു അലമ്പുണ്ടാക്കുക. ചില ആളുകൾക്ക് അതൊരു ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞു വരത്തുക, എന്തെങ്കിലും ഫിത്തന പറഞ്ഞുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ നമ്മളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നവര് നാട്ടിലും വീട്ടിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവും. നിരുപാധികം മാപ്പ് കൊടുക്കുക, നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കുക. മുഅ്മിനീങ്ങൾ ഹൃദയത്തിൽ ആരോടും വെറുപ്പ് കൊണ്ടു നടക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. എന്താ നമ്മൾ ദ്വാരക്കുന്നതെന്നറിയോ? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا اغفر لنا ولإخواننا